നമസ്കാരം, ആദ്രാമിസ് ആണ് കേട്ടോ. നമുക്കൊരു പ്രതികരണ കുറിപ്പ് തയ്യാറാക്കി നോക്കിയാലോ? യെസ്, നമ്മുടെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒരു ആക്ടിവിറ്റിയാണ് പ്രതികരണ കുറിപ്പ്. അപ്പം ഒരു പ്രതികരണ കുറിപ്പ് നമുക്ക് തയ്യാറാക്കി നോക്കാം. ഞങ്ങൾക്ക് പാട്ട് പഠിക്കേണ്ട കാര്യമില്ല, പാട്ട് പിറപ്പിലേ ഉണ്ട്. ഞങ്ങൾ ജനിക്കുമ്പോൾ മുതൽ പാട്ടാണ്. ഒരു ജീവിതത്തിൽ കേട്ടുതീരില്ല ഞങ്ങളുടെ പാട്ടുകൾ. 1000 മരങ്ങളും കിളികളും ഇല്ലേ ഞങ്ങൾ പിറക്കുന്നിടത്ത്. ആൽമരം വീശണ പോലല്ല കാട്ടുമാവ്, ഓരോന്നാണ്. കിളികൾക്ക് 1000 പാട്ടാണ് ഓരോന്ന്. കുയിൽ വേറെ, കാക്ക വേറെ. നഞ്ചിയമ്മ പറയുന്ന വാക്കുകളാണ് അല്ലേ. ഗോത്രജനത മണ്ണിനെയും മഴയെയും സസ്യങ്ങളെയും മനുഷ്യരെയും തനിക്ക് ചുറ്റുമുള്ള സർവ്വചരാചരങ്ങളെയും അവരുടെ ആവാസ വ്യവസ്ഥയുടെ ഭാഗം എന്ന പോലെ കരുതുന്നവരാണ്. നഞ്ചിയമ്മ പറയുന്ന കാര്യങ്ങളും കവിതയിലെ ആശയവും പരിഗണിച്ച് പ്രസ്താവനയോട് പ്രതികരിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പം ഈ ഒരു പ്രസ്താവനയോട് പ്രതികരിച്ചുകൊണ്ട് കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തയ്യാറാക്കി നോക്കിയാലോ? വന്നോളൂ. പ്രകാശ് ചന്ദ്രത്തിന്റെ കാട് ആരതി എന്ന ഗോത്ര കവിതയും നഞ്ചിയമ്മയുടെ വാക്കുകളും ആദിവാസി സമൂഹത്തിന്റെ പ്രകൃതിയോടുള്ള അഭേദ്യമായ ബന്ധത്തെ വരച്ചു കാട്ടുന്നു. കവിതയിൽ കാട് വീട് മുളച്ചത് ചാഞ്ഞു മുളച്ചത് ആണെന്ന് പറയുന്നു. അത് ആരുടെയും കൃത്രിമത്വമില്ലാതെ സ്വാഭാവികമായി ഉണ്ടായതാണ്. നമ്മൾ നട്ടതല്ല കാട്, കാട് കാടായി വന്നത് എന്ന വരികൾ ഈ ആശയം ഊട്ടിയുറപ്പിക്കുന്നു. കാടിന്റെ പച്ചപ്പും കിളികളുടെ പാട്ടും അതിന്റെ ഭാഗമാണ്. കാട്ടുമക്കൾക്ക് കാട് അമ്മയാണ്. അവരെ വളർത്തിയതും പോറ്റിയതും കാടാണ്. നഞ്ചിയമ്മയുടെ വാക്കുകൾ ഈ ആശയത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് പാട്ട് പഠിക്കേണ്ട കാര്യമില്ല, പാട്ട് പിറപ്പിലേയുണ്ട് എന്ന് അവർ പറയുന്നു. ജന്മനാൽ പ്രകൃതിയുടെ ഭാഗമായ അവർക്ക് പാട്ടും പ്രകൃതിയും ഒന്നാണ്. മരങ്ങൾ, കിളികൾ, മഴ, കാറ്റ് എല്ലാം അവരുടെ സംഗീതത്തിന്റെ ഭാഗമാണ്. ഗോത്രജനത പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നു. പ്രകൃതി അവർക്ക് ജീവനാണ്, ജീവിതമാണ്. ഇന്ന് ആധുനികതയുടെ കടന്നുകയറ്റം കാടിനെയും ഗോത്രജീവിതത്തെയും നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വളർന്ന കാട് ഇന്ന് കാഴ്ച മാത്രം എന്ന വരികൾ ഈ ദുരന്തത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാടിനെ നഷ്ടപ്പെടുന്നത് ഗോത്രജനതയുടെ ജീവിതത്തെയും സംസ്കാരത്തെയും നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ്. അവരുടെ പാട്ടുകൾ, കഥകൾ, ജീവിത രീതികൾ എല്ലാം കാടുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ കവിതയും നഞ്ചിയമ്മയുടെ വാക്കുകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ്. ഗോത്രജനതയുടെ ജീവിതവും സംസ്കാരവും കാടിനെ ആശ്രയിച്ചിരിക്കുന്നു. കാടിനെ സംരക്ഷിക്കുക എന്നത് അവരെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ മക്കളെ, നമ്മളിപ്പോൾ ഇവിടെ എന്താണ് തയ്യാറാക്കിയിരിക്കുന്നത്? ഒരു പ്രതികരണ കുറിപ്പാണ് അല്ലേ. നമ്മളിപ്പോൾ ഒരു പ്രതികരണ കുറിപ്പാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം ഏത് രീതിയിലാണ് പ്രതികരണ കുറിപ്പ് തയ്യാറാക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. അപ്പം ഈ രീതിയിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെയോ നിങ്ങൾക്ക് മിസ്സിന്റെ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.